പാച്ചുവും കോവാലനുമായി എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കാൻ കെൽപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ തകർന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വരുമ്പോൾ മാത്രം ചക്കളത്തിപ്പോര് നടത്തുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായി LDFും UDFും മാറി. ശബരിനാഥനും ദീപക്കും കെട്ടിപ്പിടിച്ച് ഭായിമാരായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതുപോലെ അവലോസുണ്ടേയും ആന്തൂറിയോ അവലോസുണ്ടേയും അദ്ദേഹം ഇതായിട്ട് പ്രാസത്തിൽ പറഞ്ഞാണ്. ഞാൻ എന്റെ ശൈലി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത്, ദാസ വിജയ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്നവരാണോ, വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നവരാണോ എന്നുള്ളത് അറിയാനും ഇവരുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ആ ജന്തർ മന്ദറിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തയ്യാറായത്. അതിനെ മുഴുവൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി. അവർ അതിനെ മുഴുവൻ തല്ലി തകർത്തു. അപ്പോൾ അവർക്ക് രാജ്യത്തെ ജനാധിപത്യത്തിനോടാണോ കമ്മിറ്റ്മെന്റ്, അതോ അരാജകവാദത്തിനോടോ കമ്മിറ്റ്മെന്റ്? ആ വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉമ്മർ ഖാലിദിനെ വിട്ടയക്കണം എന്നുള്ള സ്ലോഗനുമായി നീറ്റുമായി എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അതുപോലെ ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്നുള്ളതും നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? അതേപോലെ തന്നെ FCRA ബില്ല് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതും നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? NRC നടപ്പിലാക്കാൻ പാടില്ല, നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? ഈ രാജ്യത്തോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം നരേന്ദ്രമോദിയെ വീഴ്ത്തിയാലേ അത് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടരുണ്ട്. ഇവരെല്ലാം രാജ്യത്ത് മറ്റു പല പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ രാജ്യത്തിനു വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ അതിർത്തികളിൽ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഇഷ്ടങ്ങളെയും അവൻ്റെ ഇഷ്ടക്കാരെയും ഒക്കെ വിട്ടിട്ട് ഈ അതിർത്തിയിൽ പകലില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന നമ്മുടെ ജവാന്മാരെ അപമാനിക്കാൻ ആരാണ് ഈ പറയുന്ന ആളുകൾ? ആരാണിവർ? ഇവർ ഈ രാജ്യത്ത് ഈ പറയുന്ന രാജ്യത്തെ സൈന്യത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അപമാനിക്കും പോലെയാണ്. നമസ്കാരം. രാജ്യത്ത് വലിയ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ അധിക ദിവസമായിട്ടില്ല. മോദി സർക്കാർ മുട്ടുമടക്കിയെന്നൊരു വിഭാഗം പറയുന്നു. മോദി സർക്കാരാണെങ്കിൽ കൃത്യമായിട്ട് വിദ്യാഭ്യാസ പുനർപരിഷ്കരണത്തിലുള്ള പരീക്ഷകളുടെയൊക്കെ നടത്തിപ്പ് രീതികളുടെ പുനർപരിഷ്കരണത്തിലുള്ള ബില്ലുകളുമായി മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വലിയ ബഹളങ്ങളാണ് ലോക്സഭയിലും രാജ്യസഭയിലും സംസ്ഥാനങ്ങളിലുമൊക്കെ, പ്രത്യേകിച്ച് കേരളത്തിലുമൊക്കെ നടക്കുന്നത്. ഈ വിഷയങ്ങളെക്കുറിച്ചൊന്ന് സമഗ്രമായിട്ടുള്ളൊരു ചർച്ച നടത്താൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് യുവമോർച്ചയുടെ സംസ്ഥാന മീഡിയ സെൽ കൺവീനറായിട്ടുള്ള S. നന്ദുവാണ്. ശ്രീ നന്ദുവിനെ സ്വാഗതം ചെയ്യാം. ചർച്ചയിലേക്ക് നേരിട്ട് കിടക്കാം. സ്വാഗതം നന്ദുജി. ചോദ്യത്തിലേക്ക് നേരെ കിടക്കുകയാണ്. മോദി സർക്കാർ മുട്ടുമടക്കിയോ ഈ വിഷയത്തിൽ? ഇതിനകത്ത് ഒരു സർക്കാർ എന്നുള്ള നിലയിൽ മുട്ടുമടക്കിയോ പരാജയപ്പെട്ടോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമല്ല. ഒരു സർക്കാർ എന്ന് പറയുന്നാൽ യുദ്ധത്തിന് പോകുന്നതോ ഒരു മാച്ചിന് പോകുന്നതൊന്നും അല്ലല്ലോ. സർക്കാർ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ പൊതുവായ ഭരണ സംവിധാനത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക, അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ അതെങ്ങനെ അതിൻ്റെ ഔട്ട്കം കൊണ്ടുവരാം എന്നുള്ളതാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഇഷ്യൂ. അതിനകത്ത് സ്വാഭാവികമായും രാജ്യത്തെ വിദ്യാർത്ഥികൾ ഒരു വിഷയത്തിൽ ഒരു കോസിന് വേണ്ടി സമരം ചെയ്യുന്നു. ആ കോസ് ഒരു കാരണവശാലും ഏതെങ്കിലും തരത്തിൽ ഈ സർക്കാരിന് അവഗണിക്കാൻ പറ്റുന്നൊരു കോസല്ല. സ്വാഭാവികമായും വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ചുള്ളൊരു ഇഷ്യൂ. ആ ഇഷ്യൂവിൽ സർക്കാർ ഓൾറെഡി ഒട്ടേറെ സ്റ്റെപ്പുകൾ അതിന് വേണ്ടിയിട്ട് എടുത്തെങ്കിൽ പോലും വിദ്യാർത്ഥികൾ സംബന്ധിച്ച് അവർ സമരം നടത്തുന്നു. അവർക്ക് ഈ വിഷയത്തിൽ അവരൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു. ആ ആവശ്യം സർക്കാർ പരിഗണിക്കുന്നത് വരെ ഞങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി രാജ്യത്തെ വിദ്യാർത്ഥികളും യുവാക്കളും തെരുവിൽ സമരം ചെയ്യേണ്ടവരല്ല, മറിച്ച് അവർ രാജ്യത്തിൻ്റെ പുരോഗമനമായിട്ടുള്ള പ്രവർത്തനത്തിന്, അതുപോലെ വികസന പ്രവർത്തനത്തിന്, അതിനുമെല്ലാം അപ്പുറം അവർ അവരുടേതായ ലക്ഷ്യങ്ങളിലേക്ക് നടന്നു പോകേണ്ടവരാണ് എന്ന ഉത്തമമായ ബോധ്യം മോദി സർക്കാരിനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ തെരുവിൽ സമരം ചെയ്യരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതിന് അവർ ഉന്നയിച്ചിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു ആവശ്യമാണെങ്കിൽ പോലും ഞങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് കടത്തിവിടുക എന്നുള്ള ഉദ്ദേശമാണ് ഞങ്ങൾ അതിനകത്ത് കാണിച്ചത്. അതിനോടൊപ്പം അതിനകത്തൊരു രാഷ്ട്ര താല്പര്യമായിട്ടുള്ള ഒരു വിഷയം കൂടി ഉണ്ട്. അത് ഈ കുട്ടികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതിൻ്റെ പുറകിൽ നിന്ന് ഈ സർക്കാരിനോട് നിഴൽ യുദ്ധം ചെയ്യുന്ന ചില ആളുകളുണ്ട്. കഴിഞ്ഞൊരു 12 വർഷമായി ഈ സർക്കാരിനോടും ഈ രാജ്യത്തോടും, അതായത് ഈ രാജ്യത്തോട് യുദ്ധം ചെയ്യണമെങ്കിൽ ആദ്യം നരേന്ദ്രമോദിയെ വീഴ്ത്തിയാലേ അത് സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടരുണ്ട്. ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നവർ, അവർ ഈ കുട്ടികളെ മുന്നിൽ നിർത്തി അതിൻ്റെ പുറകിൽ നിന്ന് ഈ രാജ്യത്തിനോട് നിഴൽ യുദ്ധം ചെയ്യുന്നുണ്ട്, ഈ സർക്കാരിനോട് നിഴൽ യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഈ കുട്ടികൾക്ക് യാതൊന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ പ്രഥമമായിട്ടുള്ള പരിഗണനയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ അവരുടെ ലക്ഷ്യത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് രാജ്യത്തിൻ്റെ സർക്കാർ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം. ഈ രണ്ട് കാര്യങ്ങളും പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻജി രാജിവെച്ചിരിക്കുന്നത്. അതിനപ്പുറം ഇതിൽ ഞങ്ങൾ വിജയമോ പരാജയമോ എന്നുള്ളതല്ല, ഇത് നമ്മൾ രാജ്യത്തെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നടത്തുന്നൊരു പ്രവർത്തനമാണ്. ആ പ്രവർത്തനത്തിൽ സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ധർമ്മേന്ദ്ര പ്രധാൻജിയുടെ രാജി, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു, അതിനെ എങ്ങനെ വിലയിരുത്തുന്നു? രാഷ്ട്രീയപരമായിട്ടുള്ളൊരു വിലയിരുത്തൽ താങ്കൾ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു
വിദ്യാർത്ഥിയായിരുന്നു, ഇപ്പോൾ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ രണ്ട് നിലകളിലും എങ്ങനെ താങ്കൾ വിലയിരുത്തുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ്റെ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനവും അതിനുശേഷം ഈ രാജിയും എങ്ങനെ താങ്കൾ വിലയിരുത്തും? ധർമ്മേന്ദ്ര പ്രധാൻജി രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയതിനു ശേഷം രാജ്യത്തുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായിട്ടുള്ള പൊതുവെയുള്ളൊരു വലിയ മാറ്റം, അത് IIT-കൾ, IIM-കൾ, അതുപോലെ തന്നെ മെഡിക്കൽ സീറ്റുകളിൽ ഉണ്ടായിട്ടുള്ള വർധനവ്, അതുപോലെ നമുക്ക് ഒട്ടേറെ കാര്യങ്ങൾ അതിനകത്ത് പറയാൻ വേണ്ടി സാധിക്കും. മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടായിട്ടുള്ള സീറ്റ് വർധനവ്, അതുപോലെ സ്കൂളുകളിൽ ഉണ്ടായിട്ടുള്ള പോഷൺ അഭിയാൻ പോലുള്ള പദ്ധതികൾ, അതുപോലെ സ്കൂളുകളുടെ അടിസ്ഥാന വികസനം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ടിങ്കറിംഗ് ലാബ് ഉൾപ്പെടെയുള്ള അഡൽ ടിങ്കറിംഗ് ലാബുകളുടെ പോലുള്ള മികച്ച ലാബുകളുടെ കടന്നുവരവ്, ഇതിനോടൊക്കെ ഒപ്പം നമുക്ക് PM ശ്രീ പോലുള്ള പദ്ധതികൾ, NEP-യിൽ ഉണ്ടായിട്ടുള്ള വലിയ NEP കൊണ്ടുണ്ടാവുന്ന വലിയ മാറ്റം, കരിക്കുലത്തിനകത്ത് ഭാരതവുമായി അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃകവുമായി, ഭാരതത്തിൻ്റെ സംസ്കാരവുമായി, ചരിത്രവുമായി ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ പഠിക്കുന്നിടത്ത് നിന്ന് പ്രാദേശികമായിട്ടുള്ള നമ്മുടെ സംസ്കാരങ്ങളും അതിൻ്റെ വൈവിധ്യങ്ങളും ഒക്കെ കുട്ടികളെ പഠിപ്പിക്കുന്നതിൽ അദ്ദേഹം എടുത്തിട്ടുള്ള വലിയ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടുകളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. നിങ്ങൾ നോക്ക്, കഴിഞ്ഞ ഒരു 12 വർഷത്തിനിടയിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് വന്നതിന് ശേഷം ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ഒരു പരിവർത്തനം എന്ന് പറയുന്നത് ലോക നിലവാരത്തിലേക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ വളർത്തിയെടുക്കാൻ വിദേശ യൂണിവേഴ്സിറ്റികൾ രാജ്യത്തേക്ക് വരുന്നു. വിദേശ യൂണിവേഴ്സിറ്റികളുടെ ചെറിയ ചെറിയ സബ് സെൻറ്ററുകൾ രാജ്യത്തേക്ക് വരുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികൾ ലോകത്ത് എവിടെ അവർ വിദ്യാഭ്യാസത്തിന് പോയാലും അവരെ മോണിറ്റർ ചെയ്യാനുള്ളൊരു സംവിധാനം ഉണ്ടാകുന്നു. രാജ്യത്തെ വിദ്യാർത്ഥികൾ ഏതെങ്കിലും ഇപ്പോൾ മോദി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഉൾപ്പെടെ നടന്ന, അവിടെ പോയ വിദ്യാർത്ഥികളെല്ലാം ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവന്ന് അവരെ ഈ രാജ്യത്ത് ചേർത്തു നിർത്തിയതിൻ്റെ പിന്നിൽ നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രിക്കും വലിയ റോളുണ്ട്. അതിനെയൊക്കെ ഒരു നിമിഷം കൊണ്ട് അതിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ചില ആളുകൾ ഇതിനെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അതിലേക്കൊന്നും ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല. പിന്നെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന BJP-യുടെ നേതാവിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നരേന്ദ്രമോദിജി തുടങ്ങി ഇങ്ങ് താഴേക്ക് നിങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് നമ്മളിരുന്ന് സംസാരിക്കുന്ന തിരുവനന്തപുരത്ത് ഒരു കോർപ്പറേഷൻ കൗൺസിലർ എന്നുള്ള ഏറ്റവും താഴെത്തട്ടിലെ പഞ്ചായത്ത് നിലവാരത്തിൽ അല്ലെങ്കിൽ വാർഡ് നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനപ്രതിനിധി അടക്കം അയാൾ BJP-കാരനാണെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം യാതൊരു അധികാര സ്ഥാനങ്ങളും അയാളെ മോഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ അയാളെ കൊതിപ്പിക്കുന്നതോ ആയിട്ടുള്ളൊരു കാര്യമല്ല. മറിച്ച് അത് ജനസേവനത്തിനുള്ള ഒരു ഉപാധി മാത്രമാണ് എന്ന് ചിന്തിക്കുന്നവരാണ് BJP-യുടെ പ്രവർത്തകന്മാർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ അവസാനത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഇടയിലേക്കും ഞങ്ങളുടെ വികസനത്തിൻ്റെ ആനുകൂല്യങ്ങൾ എത്തിക്കാനും അതുപോലെ തന്നെ നരേന്ദ്രമോദിജി സർക്കാരിൻ്റെ മികവ് എത്തിക്കാനും അതിനോടൊപ്പം ജനങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സാധാരണപ്പെട്ട പ്രവർത്തകന്മാർ, അത് നരേന്ദ്രമോദിജി തന്നെ 2014 പറഞ്ഞു, ഞാൻ പ്രധാനമന്ത്രിയല്ല പ്രധാന സേവകനാണ്. ആ കാഴ്ചപ്പാടിൽ മുന്നോട്ട് പോകുന്ന ഒരു സർക്കാർ, ആ സർക്കാരിനകത്തിരിക്കുന്ന ഒരു മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു മന്ത്രി എന്ന് പറയുന്ന പദവി പോയതുകൊണ്ട് വ്യക്തിപരമായ പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പിന്നിലേക്ക് അദ്ദേഹത്തിനെ നമ്മൾ വായിച്ചെടുക്കാൻ തയ്യാറായാൽ, അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി എന്നുള്ള രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ പഠിക്കാൻ തയ്യാറായാൽ, ABVP-യിലൂടെ കടന്നു വരുന്ന കാലത്തെല്ലാം വിദ്യാർത്ഥി പോരാട്ടങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന വ്യക്തി. അസം പോലെ ഏറ്റവും പിന്നോക്കം നിന്നിരുന്നൊരു സംസ്ഥാനത്ത് നിന്ന് വിദ്യാർത്ഥികളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള പദവിയിലേക്ക് അദ്ദേഹം ഒരു ദിവസം രാവിലെ ഏതെങ്കിലും ഒരു ലെഗസിയുടെ ഭാഗമായി, ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു MP-യോ എന്തെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വന്ന ആളല്ല. ഏറ്റവും താഴെത്തട്ടിൽ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോരാട്ടം നടത്തി, തല്ലുകൊണ്ട് സമരം ചെയ്ത് ജയിലിൽ കിടന്ന് വളർന്നു വന്ന നേതാവാണ് ഈ പറയുന്ന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേവലമായിട്ടുള്ള ഒരു രാഷ്ട്രീയമായി നമ്മൾ പറയുമ്പോൾ ഒരു മന്ത്രിസ്ഥാനം പോയി എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം നാളുകളിലും ഈ പറയുന്ന രാജ്യത്തിൻ്റെ വിദ്യാർത്ഥി യുവ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണിയിലുണ്ടാവും. രാജ്യത്തെ വിദ്യാർത്ഥി യുവജന സമൂഹത്തിൻ്റെ റിഫോംസിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണത്തിൽ അദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ടാവും. അതുപോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏതൊരാവശ്യത്തിനും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന BJP-യുടെ പ്രവർത്തകൻ മുന്നിൽ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് BJP-യുടെ പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു അധികാര സ്ഥാനങ്ങളും അവരെ ഭ്രമിപ്പിക്കുന്നതല്ല എന്ന് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്നുള്ളത് വലിയൊരു സംഭവമായിട്ട് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നത്. ഞങ്ങൾ രാജിവെച്ചത് അദ്ദേഹത്തിൻ്റെ രാജിക്കത്തിൽ തന്നെ എഴുതിയ ഒരു കാര്യമുണ്ട്. എൻ്റെ പേരിൽ വിദ്യാർത്ഥികൾ തെരുവിൽ നിൽക്കാൻ സാധിക്കരുത്, തെരുവിൽ നിൽക്കാൻ പാടില്ല, അവർ സമരം ചെയ്യാൻ പാടില്ല, അവരെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിക്കുന്നവരുടെ ടൂളായി ആ കുട്ടികളെ മാറ്റാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ രാജിവെക്കുന്നു. അതിനപ്പുറം ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പ്രഷറിൻ്റെ മുകളിലല്ല ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. കൃത്യമായി വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന അടുത്ത തലമുറയെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ്, അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന മന്ത്രി രാജിവെച്ചിരിക്കുന്നത്. ശ്രീ അമിത് ഷാജി പറഞ്ഞതുപോലെ
പദവിയല്ല, രാജ്യമാണ് പ്രധാനം. തീർച്ചയായും. അതെ. അപ്പോൾ ഇനി ഈ വിദ്യാർത്ഥികളിലേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ തന്നെ രാജിക്കത്തിൽ പറഞ്ഞതുപോലെ അവരെ ചൂഷണം ചെയ്യുന്ന ചില ശക്തികൾ, അവയെ പരാമർശിക്കാതെ നമുക്ക് കടന്നു പോകാനേ സാധിക്കില്ല. ഈ വിദ്യാർത്ഥി സമരം എന്നുള്ള രീതിയിൽ, വിദ്യാർത്ഥികളുടെ ആവശ്യമെന്നുള്ള രീതിയിൽ തുടങ്ങിയ പാറ്റകളുടെ സമരമാണെന്നാണല്ലോ ഇപ്പോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഈ സമരം ദിശ മാറിപ്പോയെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഏതെങ്കിലും ഒരു തരത്തിൽ മറ്റേതെങ്കിലും ശക്തികൾ, ബാഹ്യ ശക്തികൾ ഇതിനെ ഹൈജാക്ക് ചെയ്യുക, അതോ തുടക്കം മുതൽ തന്നെ ഈ പാറ്റകളുടെ പിന്നിൽ മറ്റേതെങ്കിലും ബാഹ്യ ശക്തികൾ ഉണ്ടായിരുന്നോ? പ്രത്യേക സ്ഥാപിത താല്പര്യക്കാരുണ്ടായിരുന്നു? എങ്ങനെയാണ് താങ്കൾ ഈ സമരത്തിൻ്റെ തുടക്കവും ഇപ്പോൾ ഉള്ള ഒരു അർദ്ധവിരാമമാണെന്നാണ് പാറ്റകൾ പറയുന്നത്, എന്നാൽ ഒടുക്കവും താങ്കൾ വിലയിരുത്തുന്നത് എങ്ങനെയാണ്? ഇതിനകത്ത് ആദ്യം തന്നെ ഈ വിഷയത്തിൽ അവർ ആദ്യം രൂപീകരിക്കപ്പെടുന്നത് നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടല്ല. അവരൊരു സുപ്രീം കോടതി ജഡ്ജിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള ഒരു പരാമർശം, അദ്ദേഹം അവിടുത്തെ വ്യാജ ബിരുദധാരികളെ ഉദ്ധരിച്ച് പറഞ്ഞൊരു വിഷയത്തെയാണ് അദ്ദേഹം അത് 2-3 പ്രാവശ്യം ക്ലാരിറ്റി നടത്തിയിട്ടും ആ വിഷയത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് തുടങ്ങുന്നത്. ശരി, ആയിക്കോട്ടെ, നിങ്ങളെ മൂവ്മെൻറ്റ് തുടങ്ങി, നിങ്ങളത് നീറ്റിലേക്ക് വന്നു. പക്ഷെ നീറ്റിലേക്ക് വരുമ്പോൾ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മെയ് 3 നടന്നൊരു പരീക്ഷയിൽ മെയ് 3 പരീക്ഷ കഴിഞ്ഞ് സർക്കാർ സംവിധാനം CBI അന്വേഷണത്തിലേക്ക് വിട്ട് CBI അന്വേഷണം നടന്ന് പ്രതികളെ പിടിച്ച് അതിനോടൊപ്പം സർക്കാർ ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കിക്കൊണ്ട് പുതിയ നീറ്റ് പരീക്ഷയുടെ തീയതിയും പ്രഖ്യാപിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വിഷയത്തിലൊരു സമരം നടത്തുക എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ലോജിക്കലാണോ എന്നുള്ളത് കൃത്യമായ ചോദ്യമാണ്. അതിനെ ഇതുവരെ അവർക്ക് വിശദീകരിക്കാൻ സാധിച്ചില്ല എന്നുള്ളത് മറ്റൊരു തലം. അതിനോടൊപ്പം അവിടെ നിന്ന് കുട്ടികളുടെ ഉള്ളിലേക്ക് ഇന്ധനം നൽകിക്കൊണ്ട് കുറച്ചധികം കുട്ടികളെ ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ഈ സമരത്തിനെ അവർ ഏറ്റെടുക്കുന്നു. അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന US നിന്നിരുന്ന ഒരാൾ, അദ്ദേഹം ആരാണ് എന്നുള്ളതൊക്കെ ഡിബേറ്റബിൾ ആയ കാര്യങ്ങളാണ്, ഒട്ടേറെ തവണ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. അതായത് നമ്മുടെ AAPയുടെ പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഫോളോവറാണ് ഈ അഭിജിത് ദീപ്കെ. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ലൈനിലുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന ആളാണ് എന്നുള്ളതൊക്കെ രാജ്യത്തിന് മുന്നിലുള്ള കാര്യമാണ്. പക്ഷെ അവർ മുന്നോട്ട് വെച്ച വിഷയം നീറ്റ് ആയതുകൊണ്ടും അത് രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ വിഷയമായതുകൊണ്ടും അത് കേൾക്കാൻ സർക്കാർ തയ്യാറായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അപ്പോഴും ഞങ്ങൾ ജൂലൈ 16 വിദ്യാർത്ഥികൾ അവരുടെ പരീക്ഷ കഴിഞ്ഞ് ഈ നീറ്റ് പരീക്ഷ എഴുതി റിസൾട്ട് വന്ന് അവരുടെ ഡ്രീമിലേക്ക് അവർ പോകുന്നത് വരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു മറുപടിയും ഞങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞില്ല. BJPയുടെ ഒഫീഷ്യലായിട്ടുള്ള ഒരു മറുപടി ഞങ്ങൾ ഈ വിഷയത്തിൽ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് പറയാത്തത്? ഞങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കാൾ വലുതാണ് രാഷ്ട്രമാദ്യം എന്ന് പറഞ്ഞു പഠിപ്പിച്ച് ആ പ്രത്യയശാസ്ത്രത്തിൽ ജീവിക്കുന്ന BJPയുടെ പ്രവർത്തകന്മാർക്കും മന്ത്രിമാരെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പരമപ്രധാനമായ ലക്ഷ്യം അടുത്ത രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു തലമുറ എന്നുള്ള നിലയിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ അവരുടെ ഡ്രീമിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തം കഴിയുന്നത് വരെ ഞങ്ങളെ ഒട്ടേറെ പേർ ചെളിവാരി എറിഞ്ഞു, ഒട്ടേറെ പേർ വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ചു, ഒട്ടേറെ പേർ വലിയ രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. അവിടെ ഒന്നും ഞങ്ങൾ പൊളിറ്റിക്കലായി മറുപടി പറഞ്ഞില്ല. ഞങ്ങൾ പൊളിറ്റിക്കലായി മറുപടി പറഞ്ഞു എപ്പോൾ? ജൂലൈ 16 ആ കുട്ടികൾ നീറ്റ് എക്സാമിൻ്റെ ഫലം വന്ന് അവരുടെ ഡ്രീമിലേക്ക്, അഡ്മിഷൻ പ്രവർത്തനങ്ങളിലേക്ക് നടന്നു നീങ്ങിയതിന് ശേഷം ഞങ്ങൾ കൃത്യമായി ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന പൊളിറ്റിക്സിനെ, ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേട് ഉണ്ട് എന്ന് നമ്മൾ തന്നെ, അതായത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും അതുപോലെ സർക്കാരും പുറത്തു പറഞ്ഞപ്പോഴാണ് ഇവരിത് അടക്കം അറിഞ്ഞത്. അതിനുശേഷം ഇവർ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന കാര്യമാണ് എന്നുള്ള തരത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കോലാഹലമുണ്ടാക്കി വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ചില രാജ്യദ്രോഹ ശക്തികളെ, ഞാൻ ആ വാക്ക് വീണ്ടും അടിവരയിടുന്നു, ചില രാജ്യദ്രോഹ ശക്തികൾക്ക് വേണ്ടിയിട്ട് അവർ നടത്തിയിട്ടുള്ള പൊളിറ്റിക്സ്, ആ പൊളിറ്റിക്സിന് ഞങ്ങൾ മറുപടി പറഞ്ഞു തുടങ്ങുന്നത് ജൂലൈ 16 ശേഷം. അതിനുശേഷം ഞങ്ങൾ അതിനകത്ത് മറുപടി പറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായും ഇവർ ഇന്നലെ വരെ ഉയർത്തിയിരുന്ന മുഴുവൻ വിഷയങ്ങളിലും ഇവർക്ക് പരാജയം സംഭവിക്കുകയാണ്. ഇപ്പം നിങ്ങൾ സഭ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, നിങ്ങൾ സഭയിലേക്ക് നോക്കിയാൽ ഒരൊറ്റ കോൺഗ്രസ് നേതാവിന് ഒരക്ഷരം മിണ്ടാനുണ്ടോ? ഒരൊറ്റ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ഇവിടെ നിന്ന് പോയിട്ടുള്ള പല MP-മാരും വാ തുറക്കാൻ കഴിയാതെ, ഒരു മറുപടി എണീറ്റ് എന്ന് പറയാൻ കഴിയാതെ, ഒരു വാക്കിന് വേണ്ടിയിട്ട് പോലും മറുപടി പറയാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധി നിൽക്കുകയല്ലേ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാട്ടിൽ നടന്നിട്ടുള്ള പരീക്ഷാ ലീക്കേജുകളെ കുറിച്ചുള്ള ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി പറയാനുണ്ടോ? അപ്പോൾ കോൺഗ്രസിൻ്റെ സഖ്യകക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷാ ലീക്കേജിൻ്റെ ഭാഗമായിട്ട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു നടപടി എടുത്തത് കോൺഗ്രസിന് ചൂണ്ടിക്കാട്ടാനുണ്ടോ? അപ്പോൾ അതൊന്നുമില്ലാതെ വെറും രാഷ്ട്രീയ പ്രചരണം നടത്തിക്കൊണ്ട് ഈ വിദ്യാർത്ഥികളെ തെരുവിലിറക്കി നിർത്തി വിദ്യാർത്ഥികളുടെ പിന്നിലൂടെ അവരുടെ താല്പര്യവും അവരുടെ സാമ്പത്തിക ലാഭവും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിച്ചു. ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, വളരെ ജെനുവിനായുള്ള ചോദ്യമാണ്.
വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടി സമരം ചെയ്യുന്നു. അതാണല്ലോ ജന്തർ മന്ദറിലെ സമരം. ആ വിദ്യാർത്ഥികൾ നീറ്റിന് വേണ്ടി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉമർ ഖാലിദിനെ വിട്ടയക്കണം എന്നുള്ള സ്ലോഗനുമായി നീറ്റുമായി എന്താണ് ബന്ധം? ഒരു ബന്ധവും ഇല്ല. അതുപോലെ ആർട്ടിക്കിൾ 370 പിൻവലിക്കണം എന്നുള്ളതും നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? അതേപോലെ തന്നെ FCRA ബില്ല് നടപ്പിലാക്കാൻ പാടില്ല എന്നുള്ളതും നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? NRC നടപ്പിലാക്കാൻ പാടില്ല, നീറ്റുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇതുപോലെ രാജ്യത്തെ ആർമിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം, ആർമിയെ, നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികന്മാർ ഇവരെല്ലാം സമരം ചെയ്യുമ്പോഴും ഇവരെല്ലാം രാജ്യത്ത് മറ്റു പല പ്രവർത്തനങ്ങൾ നടത്തുമ്പോഴും ഈ രാജ്യത്തിന് വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് ഈ അതിർത്തികളിൽ അവൻ്റെ കുടുംബത്തെയും അവൻ്റെ ഇഷ്ടങ്ങളെയും അവൻ്റെ ഇഷ്ടക്കാരെയും ഒക്കെ വിട്ടിട്ട് ഈ അതിർത്തിയിൽ രാപ്പകലില്ലാതെ കണ്ണിൽ എണ്ണയൊഴിച്ചിരിക്കുന്ന നമ്മുടെ ജവാന്മാരെ അപമാനിക്കാൻ ആരാണ് ഈ പറയുന്ന ആളുകൾ? ആരാണിവർ? ഇവർ ഈ രാജ്യത്ത് ഈ പറയുന്ന രാജ്യത്തെ സൈന്യത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ അപമാനിക്കും പോലെയാണ്. നിങ്ങൾ പൊളിറ്റിക്കലി നിങ്ങൾക്ക് നരേന്ദ്രമോദിയെ കുറ്റം പറയാം, നോ പ്രോബ്ലം. നിങ്ങൾക്ക് BJPയെ കുറ്റം പറയാം. പക്ഷേ രാജ്യത്തിൻ്റെ സൈന്യത്തെ അപമാനിക്കുക, രാജ്യത്തെ ജുഡീഷ്യറിയെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനോടുള്ള വെല്ലുവിളിയാണ്, സംവിധാനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ആ സംവിധാനങ്ങളോട് വെല്ലുവിളിച്ചവർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി പോയിരുന്നത്. ആ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചവർക്കൊപ്പമാണ് ഇന്ത്യയിലെ CPM പോയിരുന്നത്. ആ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചവർക്കൊപ്പമാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പ്രതിപക്ഷ പാർട്ടികളും ചെന്നിരുന്നത്. അവരെന്തുകൊണ്ട് പറഞ്ഞില്ല ഉമർ ഖാലിദിൻ്റെ വിഷയമല്ല നീറ്റാണ് നമ്മുടെ വിഷയമെന്ന് എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി പറയാൻ തയ്യാറായില്ല? ഉമർ ഖാലിദിൻ്റെ വിഷയമല്ല നീറ്റാണ് വിഷയമെന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാർ പറയാൻ തയ്യാറായില്ല? അപ്പോൾ ഇവരെല്ലാവരും ഈ അജണ്ടയുടെ പിന്നിലുണ്ട്. ഇവരെല്ലാവരും കൂടി ഈ അജണ്ടയെ നടപ്പിലാക്കിക്കൊണ്ട് ഒരു അട്ടിമറി നടത്തി. ആ അട്ടിമറിയിലൂടെ ഒരിക്കലും ജനാധിപത്യ രീതിയിൽ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവില്ല എന്ന് ഇന്ന് ജനിച്ച് വീഴുന്ന പിഞ്ചു കുഞ്ഞിന് വരെ അറിയാം. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു നേപ്പാൾ മോഡലോ ഒരു ബംഗ്ലാദേശ് മോഡലോ ഒരു ശ്രീലങ്കൻ മോഡലോ ഒരു കലാപമുണ്ടാക്കി സർക്കാരിനെ രാഷ്ട്രീയമായിട്ട് അട്ടിമറിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങൾ അരാജകത്വത്തിലൂടെ അട്ടിമറിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും പ്രധാനമന്ത്രി ആവാൻ സാധിക്കുമോ എന്നുള്ള ഒരാളുടെ കുടിലമായ ബുദ്ധി, ആ ബുദ്ധി അദ്ദേഹം പ്രയോഗിക്കുമ്പോൾ അത് രാഷ്ട്രത്തിനുണ്ടാക്കുന്ന മുറിവ് എന്താണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഒന്ന്. രണ്ട്, ഈ വിഷയത്തിൽ ഈ വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി നടത്തിയിട്ടുള്ള ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ, നമ്മൾ എന്തുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർക്കാർ തയ്യാറായി എന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, അവർ ആഗ്രഹിച്ചിരുന്നത് ഒരു വിദ്യാർത്ഥിയുടെയെങ്കിലും ചോര ആ ഡൽഹിയിൽ അവർക്ക് വീഴ്ത്തണം. ആ ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് നരേന്ദ്രമോദിയെ തള്ളിയിടാം രാഷ്ട്രീയമായി. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. നിങ്ങൾ നോക്കൂ, ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ തെരുവിലിറക്കി നിർത്തി സമരം ചെയ്യിപ്പിച്ചു, അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറി അക്രമത്തിന് നേതൃത്വം കൊടുത്തു. ഇതിനെല്ലാം അപ്പുറം ഒരു വിദ്യാർത്ഥിയെങ്കിലും മരിച്ചു കണ്ടാൽ, ഒരു വിദ്യാർത്ഥിയെങ്കിലും രക്തസാക്ഷിയായാൽ ആ പേരിൽ ഈ സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് ചിന്തിക്കുന്നവൻ്റെ ഉള്ളിൽ വിദ്യാർത്ഥി യുവജന സ്നേഹമാണോ അതോ അധികാരത്തോടുള്ള അടങ്ങാത്ത ഭ്രമമാണോ എന്നുള്ളത് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുണ്ട്. അത് അവർ തീരുമാനിക്കും. ഞങ്ങൾക്ക് ഈ വിഷയത്തിൽ സത്യസന്ധമായ നിലപാടേ ഉള്ളൂ. ഞങ്ങൾ ഈ വിഷയത്തിൽ കഴിയുന്നതെല്ലാം മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തവരാണ്. നിങ്ങൾ നോക്കൂ, ഈ റീടെസ്റ്റ് നടക്കുമ്പോൾ രാജ്യത്തെ സേനാ വിഭാഗങ്ങളുടെ മുഴുവൻ ലോജിസ്റ്റിക്സും മാൻ പവറും ഉപയോഗിച്ചുകൊണ്ട് ഈ എക്സാം നടത്താൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി സർക്കാർ തയ്യാറായതിനെ പലരും അപമാനിച്ചു, പലരും വിമർശിച്ചു. പക്ഷേ ആ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന എഫേർട്ട്, ആ എഫേർട്ടിൽ നിന്ന് രാജ്യം മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം പഠിക്കുന്നവരും വിദ്യാർത്ഥികളും മനസ്സിലാക്കേണ്ടത് എത്രത്തോളം പ്രാധാന്യത്തോടു കൂടിയാണ് രാജ്യം നിങ്ങളെ കാണുന്നത്, വിദ്യാർത്ഥികളെ, അടുത്ത തലമുറയെ കാണുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ആ പറയുന്ന പ്രവർത്തനം. രാജ്യത്തെ സേനാ വിഭാഗങ്ങളുടെ ലോജിസ്റ്റിക്സ് അടിയന്തര ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിച്ചിരുന്ന ലോജിസ്റ്റിക്സ് ഉപയോഗിച്ചത്. അതിൽ ഞങ്ങളെ വിമർശിക്കുന്ന ആളുകൾ ആരാ? കോൺഗ്രസ്സുകാരാ. ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള കപ്പലുകളും വിമാനവാഹിനികളും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്നുള്ളതൊക്കെ രാജ്യത്തിൻ്റെ മുന്നിലുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഒരു കാര്യം കൃത്യമാണ്, രാജ്യത്തെ വിദ്യാർത്ഥികൾ, രാജ്യത്തെ യുവാക്കൾ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ്. അവരെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നടപടിയും രാജ്യത്തെ BJPയുടെ ഗവൺമെൻറ്റിൽ നിന്ന്, നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ്റിൽ നിന്ന് ഉണ്ടാകില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വേണമെങ്കിൽ ഞാൻ സൂചിപ്പിക്കാം. ഇപ്പോൾ ഒരു രാജ്യത്ത്, ലോക രാജ്യങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു യുവാവിൻ്റെ അവൻ്റെ ചിറകുകൾക്ക് സ്വപ്നം കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ മുദ്രാ യോജന പോലുള്ളൊരു പദ്ധതി നടപ്പിലാക്കുകയും അവർക്ക് 20 ലക്ഷം രൂപ തൊഴിൽ കൊടുക്കുകയും അവനെ തൊഴിൽ ദാതാവാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു സർക്കാർ ശ്രമിക്കുമ്പോൾ അവൻ്റെ ഗ്യാരണ്ടിയറായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മാറുന്ന ഒരു പദ്ധതി ലോകത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിലുണ്ടോ? ഇല്ല.
രാജ്യത്തെ ചെറുപ്പക്കാരികളെ മുന്നോട്ട് കൊണ്ടുവരാൻ സ്റ്റാൻഡപ്പ് പോലുള്ള പദ്ധതികൾ, അങ്ങനെ UPI പേയ്മെൻറ്റ്, ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത്, ഈ AI ടെക്നോളജി രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്, നിങ്ങൾ അങ്ങനെ സെമി കണ്ടക്ടർ പ്രോജക്ട്സ് രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്, ഇതെല്ലാം യുവാക്കളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധി, അവർ ഈ രാജ്യത്തിൻ്റെ സ്വത്താണ് എന്ന് കണ്ടുകൊണ്ട് ഒരു സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുന്നതല്ലേ. അപ്പോൾ അത്തരം കാര്യങ്ങളെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക, അത്തരം കാര്യങ്ങൾ ഈ രാജ്യത്ത് സുഗമമായി നടക്കാൻ പാടില്ല. ഈ രാജ്യം ഒരു കാലത്തും വികസിക്കരുത്. ഈ രാജ്യം എല്ലാ കാലത്തും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അടിമയായിട്ടിരിക്കണമെന്ന മനസ്ഥിതിയുള്ള ചില ആളുകൾ ഇന്ന് പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് നടത്തുന്ന ഒരു പേക്കൂത്താണിത് എന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. അവിടെ വിദ്യാർത്ഥികളെ അവർ ടൂളാക്കി, ആ വിദ്യാർത്ഥികളെ രക്ഷിച്ചെടുക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായിരുന്നു. അത് ഞങ്ങൾ വളരെ കൃത്യമായി ചെയ്തിട്ടുണ്ട്. നന്ദുജി, ഈ പാർലമെൻറ്റ് മാർച്ച് അവിടെ നിന്നാണല്ലോ ഈ കലാപത്തിൻ്റെ രൂപത്തിലേക്ക്, നേരത്തെ തന്നെ അതിൻ്റെ ആസൂത്രണങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ജൂലൈ 20 നടന്ന സൻസദ് ചലോ ജാഥയിൽ വലിയ അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഇപ്പോൾ അന്വേഷണം നടക്കുകയാണ്. സുപ്രീം കോടതി വരെ ഇടപെട്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ താങ്കൾ തൊട്ടു മുമ്പ് പറഞ്ഞപ്പോൾ സൈന്യത്തിൻ്റെ കാര്യവും പറഞ്ഞു, സൈന്യത്തിനെ അവർ അധിക്ഷേപിച്ചു എന്നുള്ളത്. നമ്മുടെ നാട്ടിലെ നിയമപാലന വ്യവസ്ഥ, അതായത് പോലീസുകാരുൾപ്പെട്ട നിയമപാലന വ്യവസ്ഥ, RAF ആണെങ്കിലും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ആണെങ്കിലും അവരുൾപ്പെടുന്ന നിയമപാലന വ്യവസ്ഥ, സൈനിക സംവിധാനം, പ്രതിരോധ സംവിധാനം, നിയമ സംവിധാനം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൃത്യമായിട്ട് സുപ്രീം കോടതിയെ തന്നെയാണ്. ഈ മൂന്ന് രാജ്യത്തിൻ്റെ നെടുന്തൂണുകളായി നിൽക്കുന്ന വ്യവസ്ഥകളെയും കൃത്യമായി ലക്ഷ്യം വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു ഗൂഢാലോചന ഇതിൻ്റെ പിന്നിലുണ്ടോ? കാരണം ഞാൻ പറയുന്നതിൻ്റെ കാര്യം, പോലീസുകാരെ ഈ ജാഥയ്ക്ക് മുൻപ് തന്നെ അപമാനിച്ചു തുടങ്ങിയിരുന്നു, സൈന്യത്തെ അപമാനിച്ചു. ഇന്ന് ഈ അവിടെ നടന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന സുപ്രീം കോടതിയുടെ വിധി നോട്ട് അക്സെപ്റ്റബിൾ എന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട് സൗരവ് ദാസ്. ഇപ്പോൾ ഈ പാറ്റകളുടെ ഇതിനകത്തുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ജന്തർ മന്ദറിൽ ഇവർ സമരം തുടങ്ങുമ്പോൾ ഇവർ പറഞ്ഞത് ഇവർ ജനാധിപത്യ സമരത്തിനാണ് നേതൃത്വം കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അന്ന് വൈകുന്നേരം 6 മണി കഴിയുമ്പോൾ തന്നെ ഇവർ ജനാധിപത്യത്തെ ഹനിച്ചു കഴിഞ്ഞു. അതായത് ജനാധിപത്യപരമായി സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ രാജ്യത്തെ നിയമ സംവിധാനങ്ങളോട് ചേർന്ന് നിന്ന് സമരം ചെയ്യുക, പ്രതിഷേധിക്കാനുള്ള തൻ്റെ അവകാശം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 6 മണി വരെ സമരം ചെയ്യാൻ പ്ലാറ്റ്ഫോം കൊടുത്ത ഒരു സ്ഥലത്ത് 6 മണിക്ക് ശേഷം തുടരുക എന്ന് പറഞ്ഞാൽ അത് നിയമലംഘനമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം വൈകുന്നേരം 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ പാർട്ടികളുടെ ഈ സമരം ജനാധിപത്യ വിരുദ്ധമായി. 1. 2, അവിടെ CCTV ക്യാമറകൾ, ഇവരുടെ സുരക്ഷിതത്വത്തിന് ഇവിടേക്ക് വരുന്ന ആളുകൾ ആരാണ്, അവർ ഈ രാജ്യത്തിന് ഗുണം ചെയ്യുന്നവരാണോ, വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്യുന്നവരാണോ എന്നുള്ളത് അറിയാനും ഇവരുടെ സുരക്ഷയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ആ ജന്തർ മന്ദറിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ തയ്യാറായത്. അതിനെ മുഴുവൻ തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടത്തി അവർ അതിനെ മുഴുവൻ തല്ലി തകർത്തു. അപ്പോൾ അവർക്ക് രാജ്യത്തെ ജനാധിപത്യത്തിനോടാണോ കമ്മിറ്റ്മെൻറ്റ് അതോ അരാജകവാദത്തിനോടോ കമ്മിറ്റ്മെൻറ്റ്? രണ്ടാമത്തെ ദിവസത്തെ വിഷയമാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് ഇവർ നിരാഹാര സമരത്തിലേക്ക് കടന്നു. നിരാഹാര സമരം നടത്തുന്നത് വാങ്ചൂക്ക് നിരാഹാര സമരം നടത്തുമ്പോൾ ഐസയുടെ 3 നേതാക്കന്മാർ അവർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഐക്യദാർഢ്യപ്പെട്ടുകൊണ്ട് നിരാഹാരം കടന്നു. ആരാണ് ഐസയുടെ രാഷ്ട്രീയം എന്ത്? ഐസ എന്ന് പറയുന്നത് ഈ പറയുന്ന JNUവിൻ്റെ ക്യാമ്പസിനകത്ത്, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, JNUവിൻ്റെ ക്യാമ്പസിനകത്ത് തുക്കടെ മുദ്രാവാക്യം വിളിക്കാൻ മൈക്ക് എടുത്തു കൊടുത്ത പാർട്ടിയാണ് ഐസ. ഞാൻ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം, സബ്ജക്ട് ടു കറക്ഷൻ. മൈക്ക് എടുത്തു കൊടുത്ത പാർട്ടിയാണ്. അവർ വിളിച്ച മുദ്രാവാക്യം എന്താണ്? അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരെ ഖാത്തിൽ സിന്ദാഹെ, അഫ്സൽ ഹം ഷർമിന്ദാഹെ തേരെ ഖാത്തിൽ സിന്ദാഹെ എന്ന് വെച്ചാൽ, അഫ്സൽ ഞങ്ങൾ അപമാന ഭാരത്താൽ തലകുനിക്കുന്നു, നിന്റെ കൊലയാളി രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു. ആരാണ് നിന്റെ കൊലയാളി? സുപ്രീം കോടതി ജഡ്ജി. അല്ലാതെ രാജ്യത്തെ BJP ഗവൺമെന്റ് അല്ലല്ലോ എന്തായാലും തൂക്കിക്കൊന്നത്. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞ വിധിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവർക്ക് സുപ്രീം കോടതികളോട് അല്ലെങ്കിൽ രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനങ്ങളോട്, നിയമ സംവിധാനങ്ങളോട് ഏതെങ്കിലും തരത്തിൽ ബഹുമാനമുണ്ടോ ഇല്ലയോ എന്ന് അവർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത്, അവർ വിളിക്കുന്ന മുദ്രാവാക്യം എന്ന് ഭാരത് തേരെ തുക്കടെ ഹോങ്കെ ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ. അപ്പോൾ ഭാരതത്തിനെ ഞങ്ങൾ വെട്ടിമുറിക്കും. ഭാരതത്തിനെ വെട്ടിമുറിക്കണമെങ്കിൽ ആദ്യം ഇവർ ഉന്മൂലനം ചെയ്യേണ്ടത് ആരെയായിരിക്കും? രാഷ്ട്രീയമായി BJP മാത്രമാണോ? രാഷ്ട്രീയമായി BJP മാത്രമാണോ? അല്ല, രാജ്യത്തെ സൈന്യം. അവരാണ് ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും പരമാധികാരത്തെയും കാത്തു സൂക്ഷിക്കുന്നത്. അപ്പോൾ രാജ്യത്തിന്റെ സൈന്യം നിലനിൽക്കുന്ന കാലത്തോളം എന്ത് ചെയ്യാൻ പറ്റില്ല? രാജ്യത്തെ വെട്ടിമുറിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ രണ്ടാമത്തെ ശത്രു ആരാ? സൈന്യമാണ്. മൂന്നാമത്തെ ശത്രുവാണ് ആര്? നരേന്ദ്രമോദിയും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാജ്യത്തിനെ നശിപ്പിക്കണമെങ്കിൽ ആദ്യം നിയമ സംവിധാനങ്ങളെ നശിപ്പിക്കണം, അത് കഴിഞ്ഞാൽ രാജ്യത്തെ സൈന്യത്തെ നശിപ്പിക്കണം, അത് കഴിഞ്ഞാൽ രാജ്യത്തിന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന സംഘടന എന്നുള്ള നിലയിൽ BJPയും സംഘപ്രസ്ഥാനങ്ങളെയും അതിനോടൊപ്പം രാജ്യത്തെ ഗവൺമെൻറ് നയിക്കുന്ന നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ഈ സംവിധാനത്തെ നശിപ്പിക്കണം. അപ്പോൾ ഇവരുടെ 3 ശത്രുക്കൾ അവരാണ് ഈ വാങ്ചുക്കിൻ്റെ ഇടവും വലവും നിരാഹാരം കിടന്നത്. അപ്പോൾ അവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് കൃത്യമായേ. ഇനി വാങ്ചുക്കിൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന് പറഞ്ഞൊരു പൊതു താല്പര്യ ഹർജി ഹൈക്കോടതിയിലേക്ക് വരുന്നു.
ഓക്കെ, കൂടെ കിടക്കുന്ന ഈ 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹർജി വന്നില്ല. അതൊരു പ്ലോട്ടാണ്, ഞാൻ അതിലേക്ക് വരുന്നില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വാങ്ചൂക്കിൻ്റെ ആരോഗ്യനില മോശമാവുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ പരാമർശം വരുന്നു, ഒരാളുടെ ജീവൻ വിലപ്പെട്ടതാണ്, സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് പറയുന്നു. വാങ്ചൂക്കിൻ്റെ ജീവൻ സംരക്ഷിക്കണമെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുമ്പോൾ സ്റ്റേറ്റിലെ പോലീസ്, ക്രമസമാധാന പാലനം നടത്തുന്ന പോലീസിൻ്റെ ഉത്തരവാദിത്തം എന്താ? സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്തം എന്താ? ഹൈക്കോടതി പറഞ്ഞ വിധി നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിശോധിക്കുന്ന സമയത്ത് ഡോക്ടർമാർ പറയുന്നു അവശതയിലാണ്, അടിയന്തരമായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റണം. സ്വാഭാവികമായി പോലീസ് അവിടെ നിന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. അപ്പോഴും 3 ഐസ നേതാക്കന്മാരുടെ നിരാഹാരത്തിൽ പോലീസ് ഇടപെട്ടിട്ടേയില്ല. അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ ജനാധിപത്യ വിരുദ്ധമായി നിരാഹാര സമരം നടത്തിക്കൊണ്ടിരുന്ന ആളുകൾക്ക് മേൽ കടന്നുകയറ്റം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ 3 പേരെ കൂടി അറസ്റ്റ് ചെയ്യണമായിരുന്നു, ചെയ്തില്ല. ഈ വാങ്ചൂക്കിനെ മാത്രം ഹോസ്പിറ്റലിലേക്ക് മാറ്റി, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല, റിമാൻഡ് ചെയ്തില്ല, അദ്ദേഹത്തിനെതിരെ നിയമപരമായ ഒരു നടപടിയിലേക്ക് നമ്മൾ പോയില്ല. ആകെ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കണം എന്നുള്ള ഹർജിയിന്മേൽ ഹൈക്കോടതി പറഞ്ഞ വിധിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ പരാമർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അതിൻ്റെ പിറ്റേന്നാണല്ലോ ഇവർ സമരം തുടങ്ങുന്നത്. ഇവർ പാർലമെന്റിലേക്ക് മാർച്ച് വന്നു. അപ്പോൾ ജനാധിപത്യപരമായി നടത്തേണ്ട സമരമാണെങ്കിൽ സ്വാഭാവികമായി ലീഗലി എടുക്കേണ്ട എല്ലാ പ്രിക്വേഷൻസും, ലീഗലി എടുക്കേണ്ട എല്ലാ ഓർഡറുകളും എടുത്തുകൊണ്ടല്ലേ ഈ മാർച്ച് നടത്തുള്ളൂ. അപ്പോൾ അവർ ഡൽഹിയിലെ പോലീസുമായി സംസാരിക്കണ്ടേ? സംസാരിച്ചതിന് ശേഷം എവിടം തൊട്ട് എവിടം വരെയാണ് സമരം ചെയ്യേണ്ടതെന്ന് അവർ പറയണ്ടേ? അതവർ പറഞ്ഞില്ല. അനധികൃതമായ അൺലോഫുൾ അസംബ്ലി എന്നുള്ള വാക്കാണ് അതിനകത്ത് ഉപയോഗിക്കേണ്ടത്. അനധികൃതമായ ആളെ വിളിച്ചുകൂട്ടി അവർ സമരം നടത്തി. ശരി, സമരം നടത്തി, വിദ്യാർത്ഥി സമരമായതുകൊണ്ട് പോലീസ് കണ്ടുകൊണ്ട് നിന്നു. വിദ്യാർത്ഥി സമരമായതുകൊണ്ട് പോലീസ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ പോലീസിന് നേരെ കല്ലെറിയുക. 4 മാസം ഗർഭിണിയായിട്ടുള്ള ഒരു സഹോദരി, ഇപ്പോൾ ഡൽഹി പോലീസിലെ ഒരു ഉദ്യോഗസ്ഥ ഇന്നും ICUയിൽ കിടക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇവരോട് എന്ത് തെറ്റാ ചെയ്തത്? ആ ഡൽഹി പോലീസിലെ ഉദ്യോഗസ്ഥ ഇവരോട് എന്ത് തെറ്റാ ചെയ്തത്? ഇനി ഇവർ സിസ്റ്റത്തിനെതിരെയല്ലേ സമരം ചെയ്യുന്നത്? ഇവരെന്തിനാണ് അവിടെ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ തലയെറിഞ്ഞ് പൊട്ടിച്ചത്, അവരെ വളഞ്ഞിട്ട് ചവിട്ടിയത്, വളഞ്ഞിട്ട് തല്ലിയത്, അവരുടെ ദേഹത്തേക്ക് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചത്? ഇതെല്ലാം ജനാധിപത്യപരമാണോ? ഇതെല്ലാം ജനാധിപത്യപരമാണോ? രാജ്യത്തെ നികുതിദായകൻ്റെ പണം കൊണ്ട് വാങ്ങുന്നതാണ് രാജ്യത്തെ പോലീസ് ഫോഴ്സിൻ്റെ ആയാലും അതുപോലെ തന്നെ ഏത് ഫോഴ്സിൻ്റെയോ അല്ലെങ്കിൽ രാജ്യത്തെ പൊതുവായിട്ടുള്ള വണ്ടികളായാലും സ്ഥാപനങ്ങളായാലും. ആ വണ്ടികൾ മുഴുവൻ തല്ലിത്തകർത്തു, പോലീസ് വാഹനങ്ങൾ തല്ലിത്തകർത്തു, സർക്കാർ വാഹനങ്ങൾ തല്ലിത്തകർത്തു. അത് ആരോടുള്ള ജനാധിപത്യ മൂല്യത്തിൻ്റെ ഉയർച്ചയാണത്? അപ്പോൾ ഇവർ ജനാധിപത്യ വിരുദ്ധമായിട്ടാണ് ഈ സമരത്തെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ നുഴഞ്ഞു കയറി വിദ്യാർത്ഥി സമരത്തെ നേരിട്ട രീതി ഇതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് സെഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിലേക്ക് കടന്നു കയറാൻ ശ്രമിച്ചാൽ പോലീസിന് ലോ ആൻഡ് ഓർഡർ നടപ്പിലാക്കേണ്ട പോലീസ് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കുമോ? സാധിക്കില്ല. അപ്പോൾ പോലീസ് അവിടെ ആക്ട് ചെയ്തു. പോലീസ് ലോ ആൻഡ് ഓർഡർ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തി. അതിനെ ഉടനെ ഒരു ഇരവാദം കൊണ്ടുവന്ന് ചില ആളുകൾ വളരെ പ്രൊപ്പഗൻഡൈസ് ചെയ്ത് വലിയ രീതിയിലുള്ള പ്രചരണം നടത്തി. നമ്മളൊന്നും അതിനെയൊന്നും ഇപ്പോൾ വിദ്യാർത്ഥികൾ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ തരത്തിലായിരിക്കില്ല സമരം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ജനാധിപത്യപരമായ സമരം ഈ നിലയ്ക്കല്ല നടക്കേണ്ടതെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ഞങ്ങളവിടെ സോണിയാഗാന്ധിയുടെ വസതിയിലേക്ക് യുവമോർച്ചയുടെ മാർച്ച് ഒരു 2 മാസം ഇലക്ഷൻ തൊട്ട് മുൻപ് നടന്ന സമയത്ത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടിട്ട് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് മാർച്ച് നടന്നപ്പോൾ ഞങ്ങളുടെ പ്രവർത്തകർ അവർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ഡൽഹി പോലീസ് ഞങ്ങൾ രാജ്യം ഭരിക്കുമ്പോൾ രാജ്യത്ത് ആ സംസ്ഥാനം ഭരിക്കുമ്പോൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. സ്വാഭാവികമായും ഞങ്ങൾ സമരം ചെയ്തു, ആ സമരത്തിൻ്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടണം, അതിൽ വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ ഇങ്ങനെ നടന്നൊരു സമരത്തെ ജനാധിപത്യപരമാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം രാജ്യവിരുദ്ധ ശക്തികൾ ഇവരെ ടൂളായി ഉപയോഗിച്ചു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയ ദിവസം മുതൽ ഞങ്ങൾ ഈ വിഷയം സെറ്റിൽ ചെയ്യാൻ നിൽക്കുകയാണ്. ആ സെറ്റിൽ ചെയ്യാൻ നിൽക്കുമ്പോൾ ഇന്ന് ചേട്ടൻ പറഞ്ഞതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താ? ഏതാണ്ട് 8,000 പേരെയാണ് ഫേസ് റെക്കഗ്നൈസേഷനിലൂടെ അവർ ഒഫൻഡർമാരാണ്, വലിയ രീതിയിലുള്ള കുറ്റകൃത്യങ്ങളിൽ മർഡർ ഉൾപ്പെടെ പോസ്കോ. അവിടെ ഒന്ന് തിരുത്തിക്കോട്ടെ, ഇപ്പോൾ കൃത്യമായിട്ട് വെളിപ്പെട്ട വിവരങ്ങൾ അനുസരിച്ച് 3000-ഓളം പേര് കുറ്റകൃത്യം തീർന്നില്ല. ശ്രീ നന്ദു പറഞ്ഞാലും ഒരു ശരിയുണ്ട്. കാരണം 30,000 പേരോളം ഇപ്പോഴും സംശയത്തിന്റെ പട്ടികയിലുണ്ട്. അപ്പോൾ ആ പട്ടികയിൽ നിൽക്കുമ്പോൾ സബ്ജക്ട് ടു കറക്ഷൻ 3,000 പേരാണ് ഐഡന്റിഫൈ ചെയ്തെങ്കിൽ 3,000 പേര്. അപ്പോൾ ആ 3,000 പേര് ഇതിനകത്തേക്ക് കടന്നു കയറി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പർ അല്ല. ആ നമ്പർ ഇതിനകത്തേക്ക് കടന്നു കയറി അവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾക്ക് ഇപ്പോൾ ആരാണ് ഉത്തരം പറയേണ്ടി വരുന്നത്? ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ചിട്ടല്ലേ ഉത്തരം പറയേണ്ടി വരുന്നത്. അപ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്യുന്നതിന് ഈ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുന്നതിൽ എന്തിനാണ് ഈ പറയുന്ന CJPക്ക് എതിർപ്പ് വരുന്നത്? നിങ്ങളല്ല എന്തായാലും ക്രിമിനലുകളെ കൊണ്ടുവന്നത്, നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുന്നെങ്കിൽ സ്വാഭാവികമായി നിങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ സുപ്രീം കോടതി ജഡ്ജിയോട് വിസമ്മതിക്കുന്നതിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ജനാധിപത്യം നമുക്ക് കാണാം. പക്ഷെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു കയറിയ 3,000 പേരായിട്ടുള്ള ക്രിമിനലുകളെ അവരുടെ ഒഫൻസ് എന്താണെന്നും കൂടി പറയുന്നുണ്ട്.
രാജ്യം. അങ്ങനെയല്ലേ പറയുന്നേ? മർഡർ ചെയ്ത ഇത്ര പേർ ഇതിനകത്ത് ചെയ്തവരുണ്ട്, പോക്സോ കേസ് പ്രതികളുണ്ട്, ഇന്ന കേസുകൾ പ്രതികളായിട്ടുള്ളവരുണ്ട് എന്ന് പറയുമ്പോൾ അത്തരം ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് CJPയുടെ വക്താവ് തയ്യാറാവുന്നു, അല്ലെങ്കിൽ CJP അതിന് തയ്യാറാവുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരാണെന്നുള്ള ചോദ്യം അടുത്തത് വരും. അതായത് നിങ്ങൾ ഇവരെ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്തത്, നിങ്ങൾ വിദ്യാർത്ഥികളാണ് എന്ന് പറഞ്ഞാണ് സമരം ചെയ്തത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ക്രിമിനലുകൾ അതിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തെ നീതി നിർവ്വഹണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത്തരം ക്രിമിനലുകളെ ഇരുമ്പഴികൾക്കുള്ളിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളത്. അതിനെ തടയുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇതിനകത്ത് ബന്ധമുണ്ടെന്ന് ഞങ്ങൾക്ക് ആരോപിക്കേണ്ടതായി വരും. അപ്പോൾ ആ വിഷയത്തിൽ രാജ്യത്തെ സുപ്രീം കോടതിയുടെ നിലപാടിനെതിരായി നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ ഇതിനകത്ത് മറച്ചു വെക്കാൻ ചില ആളുകൾക്കുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പെടണം. രാജ്യത്തെ ഒരു വിദ്യാർത്ഥിക്കെതിരെയും, രാജ്യത്ത് നീറ്റിനെതിരായി സമരം ചെയ്ത ഒരു വിദ്യാർത്ഥി യുവജനങ്ങൾക്കുമെതിരെ സർക്കാർ ഒരു തരത്തിലുള്ള കേസും ഉണ്ടാക്കില്ല എന്നുള്ളത് സർക്കാർ പറഞ്ഞ നിലപാടാണ്. പക്ഷേ അതിൻ്റെ പുറകിലൂടെ, ആ എഗ്രിമെന്റിന്റെ പുറകിലൂടെ ഇത്തരം ക്രിമിനലുകളെ രക്ഷിച്ചുകൊണ്ട് പോകാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ആ പരിപാടി, ആ പരിപ്പ് ഇന്ത്യയിൽ വേവില്ല എന്ന് വളരെ ഉത്തരവാദിത്തത്തോടുകൂടി നിങ്ങളോട് പറയാൻ ഞങ്ങൾ വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഈ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സമരം അവസാനിച്ചു, ഇപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സുപ്രീം കോടതി വരെ അതിലേക്ക് ഇടപെട്ട് കഴിഞ്ഞു. ഇനി നമ്മുടെ സാമാജികരുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ, ലോക്സഭാ സാമാജികരാണെങ്കിലും രാജ്യസഭാ സാമാജികരാണെങ്കിലും ഇപ്പോൾ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. കാരണം ഈ നീറ്റ് സംവിധാനം തന്നെ, പൊതുപരീക്ഷാ സംവിധാനം തന്നെ പൊളിച്ചെഴുതുവാനും അത് കുറ്റമറ്റതാക്കുവാനും നരേന്ദ്രമോദി സർക്കാർ ഒരു ബില്ല് വന്നിട്ടുണ്ട്. തന്നെയുമല്ല, പ്രധാനമന്ത്രി നേരിട്ടൊരു ഹൈ പവർ ടാസ്ക് ഫോഴ്സിനെ നിയമിച്ചിട്ടുണ്ട്. സത്യത്തിൽ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൻ്റെ, പരീക്ഷാ സംവിധാനത്തിൻ്റെ ഒരു പരിഷ്കരണമാണ് ഈ സമരം ചെയ്തവരുടെയും പ്രതിപക്ഷത്തിൻ്റെയും ഒക്കെ ലക്ഷ്യമെങ്കിൽ ഈ ബില്ലിലുള്ള കുറ്റവും കുറവും പറയുകയല്ലേ വേണ്ടത്, അല്ലാതെ ഈ ഹൈ പവർ ടാസ്ക് കമ്മിറ്റിയിലുള്ള ആളുകളെ അപമാനിക്കുക. പ്രിയങ്ക ഗാന്ധിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം പ്രത്യേകിച്ച് ഡോക്ടർ വി കാമകോടിയെ. അപ്പോൾ ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് രാജ്യത്തെ യുവാക്കളോടാണ് താല്പര്യമായിരുന്നതെങ്കിൽ, രാജ്യത്തെ യുവജന വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് താല്പര്യമുണ്ടായിരുന്നുവെങ്കിൽ, രാജ്യത്തെ യുവാക്കൾക്ക് ഇതുപോലുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾ ഇനി ഉണ്ടാവരുത് എന്നുള്ളതാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമായിരുന്നതെങ്കിൽ അവർ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറാവേണ്ടതാണ്. പക്ഷേ നിങ്ങൾ നോക്കൂ, രാജ്യത്ത് ഈ പറയുന്ന സമരം മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെ BJP ധർമ്മേന്ദ്ര പ്രധാൻജി എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്നുള്ള നിലയിൽ രാജ്യത്തിൻ്റെ ലോക്സഭയ്ക്കകത്ത് സംസാരിക്കാൻ തയ്യാറായിരുന്നു. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് നിന്ന് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടും രാജ്യത്തെ പ്രതിപക്ഷമാണ് വിഷയമുണ്ടാക്കി, ബഹളമുണ്ടാക്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. അതിൻ്റെ ഉദ്ദേശം ഈ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ ലോക്സഭയ്ക്കകത്ത് ചർച്ച ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല. മറിച്ച് അവർ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോയി ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിന് എന്ത് പണിയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ പൊളിറ്റിക്കൽ നറേഷൻ കൊണ്ടുവരാനാണ് അവർ ശ്രമിച്ചത്. ഇന്ന് രാജ്യത്തിൻ്റെ ലോക്സഭയ്ക്കകത്ത് ഈ വിഷയം വരുമ്പോൾ, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യപേപ്പർ ചോർച്ചകൾക്ക് എടുക്കേണ്ട നടപടികളെക്കുറിച്ചൊരു ചർച്ച വരുമ്പോൾ ആ നിയമത്തിന് അനുകൂലമായി സംസാരിക്കേണ്ട, അല്ലെങ്കിൽ ആ നിയമത്തിന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ആ കുറവുകൾ പരിഹരിക്കാൻ ഇടപെടേണ്ട പ്രതിപക്ഷം ഇന്നും സഭയ്ക്കകത്ത് നിൽക്കുന്നത് രാഷ്ട്രീയമായ ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്നയിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് രാജ്യത്തെ യുവാക്കളോട് കമ്മിറ്റ്മെൻറ്റ് ഉണ്ടോ? രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളായിട്ടുള്ള കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിക്കുണ്ടോ എന്ന ചോദ്യം ബലപ്പെടുകയാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഹൈ പവർ കമ്മിറ്റി ഉണ്ടാക്കി. ആ ഹൈ പവർ കമ്മിറ്റി കൊണ്ടുവരുന്ന നിർദ്ദേശങ്ങൾ എന്താണെന്നെങ്കിലും ഒന്ന് വായിച്ചു നോക്കിയിട്ടല്ലേ നമുക്ക് അവരെ വിമർശിക്കേണ്ട അവകാശമുള്ളൂ. അതിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിൽ ഇന്ന ആളുകൾ ഉൾപ്പെടുന്നു എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കാര്യം മാത്രം നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അന്ധമായ രാഷ്ട്രീയം പറയാൻ വേണ്ടി കണ്ണടച്ച് നിന്ന് വിമർശിക്കുക എന്നുള്ള ശൈലിയിൽ പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വിമർശിക്കുമ്പോൾ അവർ മനസ്സിലാക്കേണ്ടത് അവർക്കൊക്കെ എന്ത് യോഗ്യതയാണ് ഈ പറയുന്ന വിഷയങ്ങളിൽ പ്രതികരിക്കാൻ. ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സമരത്തിൻ്റെ മുന്നണിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി പ്രവർത്തിച്ചാണോ പ്രിയങ്ക വദ്രയും അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്നത്, MP-മാരായിരിക്കുന്നത്? അല്ല. ഇവരുടെ പുറകിലിരിക്കുന്ന, ഇവർ മുന്നിലിരിക്കുമ്പോൾ ഇവരുടെ പുറകിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഏതെങ്കിലുമൊക്കെ വിദ്യാർത്ഥി സമരങ്ങളിലൂടെ വിദ്യാർത്ഥി സംഘടനകളുടെ താഴെത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് അടികൊണ്ട് നേതാക്കന്മാരായി സമരം ചെയ്ത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് MP-മാരും MLA-മാരുമായി ഇവരുടെ പിന്നിൽ വന്നിരിക്കുമ്പോൾ ഇവിടെ മുന്നിലിരിക്കുന്ന ഇവരെ 3 പേരെ സംബന്ധിച്ചിടത്തോളം ഇവർ 3 പേരും ഈ പറയുന്ന രാജ്യത്ത് ഒരു അവകാശ പോരാട്ടത്തിൻ്റെയും മുന്നണിയിൽ ഉണ്ടായിരുന്നവരല്ല.
ഒരു വിദ്യാർത്ഥി സംഘടനയിലും ഒരു ദിവസം പോലും പ്രവർത്തിച്ചവരല്ല, ഒരു യുവജന സംഘടനയുടെയും പ്രവർത്തകരായി ഒരു ദിവസം പോലും പ്രവർത്തിച്ചവരല്ല. അപ്പോൾ ഇവർ ലെഗസിയുടെ പേരിൽ, പാരമ്പര്യത്തിൻ്റെ പേരിൽ, എൻ്റെ മുത്തശ്ശൻ ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയുന്ന ആ തഴമ്പിൻ്റെ പുറത്ത് ഈ ലോക്സഭയ്ക്കകത്ത് വന്നിരുന്ന് ഇവർ നടത്തിക്കൂട്ടി പോകുന്ന ഈ രാഷ്ട്രീയമുണ്ടല്ലോ, ഈ രാഷ്ട്രീയം രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തിനെതിരാണെന്നേ. ആ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ ഉപയോഗിച്ചുകൊണ്ട് ഇവർ നടത്താൻ തീരുമാനിച്ച രാഷ്ട്രീയത്തിന് ഏറ്റ തിരിച്ചടിയുടെ ജാള്യതയാണ് ഇന്ന് ലോക്സഭയ്ക്കകത്ത് നടപടിക്രമങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട്, നടപടിക്രമങ്ങളെ മുഴുവൻ അലങ്കോലപ്പെടുത്തിക്കൊണ്ട് ഇവർ നടത്തുന്ന ഈ രാഷ്ട്രീയ പൊറാട്ട് നാടകം. ഈ പൊറാട്ട് നാടകം രാജ്യത്തെ ജനങ്ങൾ, വിദ്യാർത്ഥി സമൂഹം കാണുന്നുണ്ട് എന്ന ഉത്തമമായ ബോധ്യം ഒരു BJP പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കുണ്ട്. അവർ വിലയിരുത്തും, അവർ കൃത്യമായി അടയാളപ്പെടുത്തും ഇത്തരം ആളുകളാണ് ഞങ്ങളുടെ ഇടയിലുള്ള, ഞങ്ങളെ തകർക്കാൻ വന്ന് ചേർന്നിട്ടുള്ള ആളുകൾ എന്ന് അവർ കൃത്യമായി വിലയിരുത്തും. പിന്നെ രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊരു നിയമനിർമ്മാണം നടത്തുമ്പോൾ അതിനെ എതിർക്കുക എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ ഭാവിയെ എതിർക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ്സിന് രാജ്യത്തിൻ്റെ ഭാവിയോടോ രാജ്യത്തിൻ്റെ വർത്തമാനകാലത്തിനോടോ ഒരു തരത്തിലുള്ള പ്രതിബദ്ധതയും ഇല്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് പാർട്ടി അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ വിമർശനമാണ് എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം പണ്ട് ഗാന്ധിജി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യം, അങ്ങനെ ഞങ്ങളെല്ലാം കേട്ട് പഠിച്ചൊരു കാര്യം, കോൺഗ്രസ് പിരിച്ചുവിടേണ്ട കാലം കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇന്നത്തെ കാലത്ത് ആപ്ലിക്കബിൾ ആണ് എന്ന് ഞാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ഓർമ്മിപ്പിക്കുക. തീർച്ചയായിട്ടും. ഇനി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിച്ചാൽ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒരു ചോദ്യം, ഇവിടെ നമ്മുടെ കേരളത്തിൽ UDFും LDFും രണ്ട് തട്ടിൽ നിൽക്കുന്നവരാണ്. കേരളത്തിന് പുറത്തേക്ക് അവർ ഇന്ത്യ മുന്നണിയായിട്ട് ഒറ്റക്കെട്ടാണ്. ഡൽഹിയിൽ അവർ ഒറ്റക്കെട്ടായിരുന്നു. ഈ അവസരത്തിൽ ഇപ്പോൾ കേരളത്തിൽ PSC ക്രമക്കേടുകളുടെ ഒരു കുത്തൊഴുക്കാണ് നടക്കുന്നത്. കർണാടകയിൽ 3 പരീക്ഷകളുടെ പേപ്പർ ചോർന്നു. ജാർഖണ്ഡിൽ, പഞ്ചാബിൽ, ഈ സംസ്ഥാനങ്ങളിലെല്ലാം പരീക്ഷാ പേപ്പർ ചോദ്യപേപ്പർ ചോർച്ച ഒരു നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. UPA സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടന്ന 184 പേപ്പർ ചോർച്ചകളുടെ കാര്യം നമുക്ക് തൽക്കാലം വിടാം. സമീപകാലത്ത് ഈ കഴിഞ്ഞ ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ ഇനിയിട്ട് ചൂട് പിടിച്ചതിന് ശേഷമുണ്ടായ പേപ്പർ ചോർച്ചകളെക്കുറിച്ച് ഇതിലേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ എപ്പോഴെങ്കിലും, ഏറ്റവും ചുരുങ്ങിയത് കോൺഗ്രസ്സുകാർ, കമ്മ്യൂണിസ്റ്റുകാരുടെ കാലത്ത് നടന്ന PSC ക്രമക്കേടിനെ കുറിച്ചെങ്കിലും കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി പ്രതികളെ കൊണ്ടുവന്ന് അതൊരു വിഷയമാക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? തിരിച്ച് കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ സഖ്യകക്ഷികളും കോൺഗ്രസ് സഖ്യകക്ഷികളുടെ സംസ്ഥാനങ്ങളിൽ ഇതൊരു വിഷയമാക്കുമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട്? പാറ്റകളെങ്കിലും അല്ല, ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട വിഷയം, ഇവരെല്ലാം വളരെ സ്പെസിഫൈ ചെയ്ത് ചില വിഷയങ്ങളിൽ മാത്രം പ്രതികരിക്കുന്ന ആളുകളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ കണ്ണിൽ വച്ചിരിക്കുന്ന കണ്ണാടികൾക്കെല്ലാം മഞ്ഞ നിറമാണ്. അതായത് അവർക്ക് ചില ഭാഗങ്ങളിൽ മാത്രമേ അത് ആപ്ലിക്കബിൾ ആവുള്ളൂ. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മണ്ണുവാരി തിന്നുന്നവൻ്റെ സമരം കാണാൻ കേരളത്തിലെ VD സതീശനോ അല്ലെങ്കിൽ കേരളത്തിലെ ഈ പറയുന്ന ഇടതുപക്ഷത്തിനോ കണ്ണില്ല. മറിച്ച് ബർഗർ തിന്നുന്ന ഡൽഹിയിലെ സമരം കാണാൻ ഇവർക്കെല്ലാം കണ്ണുണ്ട്. ഞാൻ ഒരു കാര്യം കൃത്യമായി പറയാം, രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട്, അവർ വിലയിരുത്തുന്നുണ്ട്. സ്വന്തം സംസ്ഥാനത്ത് 100 കണക്കിന് ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി മണ്ണ് വാരി തിന്നുന്ന സാഹചര്യം മുന്നിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന സെക്രട്ടറിയേൻ്റെ മുന്നിലിരിക്കുമ്പോൾ ഇവിടെ നിന്ന് ധൃതി പിടിച്ച് ഒരു ജന്മദിനാഘോഷത്തിന് പങ്കെടുക്കാനെന്ന് പറഞ്ഞ് ഡൽഹിയിൽ പോയി അവിടെ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിൽ ചെന്നിരുന്ന് ഈ സമര നാടകം കളിച്ചു വന്ന VD സതീശന് ഒരു അണുവിടെയെങ്കിലും യുവാക്കളുടെ വിഷയത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടുണ്ടെങ്കിൽ അദ്ദേഹം എന്നേ ഈ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, ഈ വിദ്യാർത്ഥികളുടെ വിഷയം പരിഹരിച്ചാനെ, ഈ പറയുന്ന ചെറുപ്പക്കാർ അവിടെ ഇരുന്ന് മണ്ണ് വരുത്തുന്നവരുടെ വിഷയം പരിഹരിച്ചാനെ. ഇവരൊന്നും ഇത് പരിഹരിക്കാൻ പോകുന്നില്ല. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ടൂളാക്കി ഈ യുവാക്കളെയും വിദ്യാർത്ഥികളെയും തെരുവിലിരുത്തുക എന്നുള്ള ഉദ്ദേശമല്ലാതെ VD സതീശൻ അടക്കമുള്ള ഇന്ത്യ സഖ്യത്തിലെ ഒരാൾക്കും യുവാക്കളോട് ആത്മാർത്ഥമായിട്ടുള്ളൊരു നിലപാടും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ താങ്കൾ ചോദിച്ചു കേരളത്തിൽ UDFും LDFും രണ്ടായി നിൽക്കുന്നത്. ഞാൻ എവിടെയൊക്കെ എവിടെയാണ് രണ്ടായി നിൽക്കുന്നത്? നിങ്ങൾ എവിടെ രണ്ടായി നിൽക്കുന്നത്? ഞാൻ നേമത്ത് സംഘടനാ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയാണ്. നേമത്ത് UDFും LDFും രണ്ടാണോ? അല്ല. അത് മഞ്ചേശ്വരത്ത് നിങ്ങൾ പോയി LDFും UDFും രണ്ടാണോ? പാലക്കാട് LDF UDF രണ്ടാണോ? തീർച്ചയായിട്ടും. അതുപോലെ കേരളത്തിലെ കഴക്കൂട്ടത്ത് LDF UDF രണ്ടായിരുന്നു, വട്ടിയൂർക്കാവിൽ LDF UDF രണ്ടായിരുന്നു. ഇങ്ങനെ കേരളത്തിലെ ഏതാണ്ട് ഒരു 10-60 സീറ്റുകളിലെങ്കിലും നമുക്ക് ഇത്തരം പ്രകടമായ ഉദാഹരണം കാണിക്കാൻ പറ്റും.
അപ്പോൾ അങ്ങനെയുള്ളൊരു പാർട്ടി ഇതാ തിരുവനന്തപുരം കോർപ്പറേഷൻ മറ്റന്നാൾ നിങ്ങൾ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് ശബരിനാഥനും ദീപക്കും കെട്ടിപ്പിടിച്ച് ഭായിമാരായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മേയർ പറഞ്ഞതുപോലെ അവലോസുണ്ടേയും ആന്തൂറിയോ അവലോസുണ്ടേയും അദ്ദേഹം ഇതായിട്ട് പ്രാസത്തിൽ പറഞ്ഞാണ്. ഞാൻ എന്റെ ശൈലി കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് ദാസ വിജയ എന്ന് വിളിച്ച് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളൊരു പാർട്ടി ഒരുമിച്ച് നിൽക്കുകയാണ് എന്ന് പോലും സമൂഹത്തോട് പറഞ്ഞ് തങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ജനവിഭാഗത്തോട് പറയാൻ ധൈര്യമില്ലാത്തൊരു പാർട്ടി, പാച്ചുവും കോവാലനുമായി എല്ലാ കാലത്തും ഒരുമിച്ച് നിൽക്കാൻ കെൽപ്പുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരുമിച്ച് നിന്നാൽ ഞങ്ങൾ തകർന്നു പോകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ വരുമ്പോൾ മാത്രം ചക്കളത്തിൽ പോര് നടത്തുന്ന രണ്ട് പ്രസ്ഥാനങ്ങളായി LDF-ഉം UDF-ഉം മാറി. ഞാൻ അവരുടെ രാഷ്ട്രീയത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളല്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പോലത്തെ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയത്തിന് മറുപടി പറയേണ്ട ആളുകളൊന്നുമല്ല ഞങ്ങളാരും. ഞങ്ങളൊരു എത്തിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ ധാർമ്മികതയുടെ പൊളിറ്റിക്സ് പറയാണ്. ഇന്നലെ തന്നെ സഭയ്ക്കകത്ത് KC വേണുഗോപാലിനോട് തേജസ്വി സൂര്യ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. സർ, എല്ലായ്പ്പോഴും ഈ പറഞ്ഞ അക്കൗണ്ടബിലിറ്റി ഒരു വഴിയിലെ ഒരു റോഡ് മാത്രമല്ല, അല്ല തിരിച്ചുമുണ്ട്. നിങ്ങൾ ആ ട്രാഫിക് ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ നിലപാട് ഉപയോഗിച്ചുകൊണ്ട് കർണാടകയിലെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നിങ്ങൾ പുറത്താക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒരക്ഷരം മിണ്ടാതെ വാപൊത്തി സൈലന്റായി ഇളിഭ്യനായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാരെ നിങ്ങൾ കണ്ടില്ലേ? അപ്പൊ ഇവരുടെ രാഷ്ട്രീയം ഇത്രയേ ഉള്ളൂ, ഇവരുടെ ധാർമ്മികത ഇത്രയേ ഉള്ളൂ, ഇവരുടെ അക്കൗണ്ടബിലിറ്റി ഇത്രയേ ഉള്ളൂ. ഇവർ രാജ്യത്ത് പറയുന്നതും പ്രചരിപ്പിക്കുന്നതും മുഴുവൻ കള്ളമാണ് എന്ന് മനസ്സിലാക്കാൻ ആ ഒറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടാൽ മതി. തീർച്ചയായിട്ടും. നന്ദുജി, അവസാനത്തെ ചോദ്യം, ഇത് സാമൂഹ്യ മാധ്യമങ്ങളിലെ ഒരു ചോദ്യമാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രസക്തിയുള്ളൊരു ചോദ്യമല്ല. സാമൂഹ്യ മാധ്യമങ്ങളിൽ BJP-യുടെയും യുവമോർച്ചയുടെയും RSS-ൻ്റെയും ഒക്കെ ഒരുപാട് അനുഭാവികളുണ്ട്, പ്രവർത്തകരല്ലെങ്കിൽ പോലും. പലരിൽ നിന്നും കേട്ടിട്ടുള്ളൊരു ചോദ്യമാണ് ഈ പാറ്റാ സമരത്തിൻ്റെ പശ്ചാത്തലത്തിൽ ABVP-യും യുവമോർച്ചയും വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനൊരു പ്രതിരോധ സമരം ഡൽഹിയിൽ ആസൂത്രണം ചെയ്യുവാൻ സാധിക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ടതുണ്ടായില്ല? സാധിക്കാതിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, സാധിക്കുമായിരുന്നു. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ അപ്പുറത്ത് അത്തരത്തിലൊരു സമരം നടത്തിയിരുന്നെങ്കിൽ ഇവരുടെ ഇതിനകത്ത് കടന്നു കയറിയിട്ടുള്ള രാജ്യവിരുദ്ധരുടെ ലക്ഷ്യം കുറച്ചുകൂടി എളുപ്പമായേനെ. തീർച്ചയായിട്ടും. അവർ പറയാൻ പോകുന്നത് എന്താ, സംഘികളെല്ലാം കൂടി ഇറങ്ങി അല്ലെങ്കിൽ BJP-ക്കാർ എല്ലാവരും കൂടി ഇറങ്ങി ഞങ്ങളെ ഉപദ്രവിക്കാൻ ഇറങ്ങി. ഇപ്പം തന്നെ ഞങ്ങൾ ഇതിനകത്ത് ഒന്നിലും പെടാതെ തന്നെ അവരുടെ ആളുകൾ ലാത്തിയുമായിട്ട് പോലീസിനെ അടിച്ചിട്ട് പോലീസിനെ ഉപദ്രവിച്ച് തിരിച്ച് വിഷയം നടന്നപ്പോൾ അവർ പറഞ്ഞ എന്താ, മഫ്തിയിൽ നമ്മൾ RSS-ന്റെ ആളുകൾ വന്നിട്ടാണ് അടിച്ചതെന്ന് അങ്ങനെ പറയുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരുടെ അജണ്ടയിലേക്ക് നമുക്ക് പോയി നിന്നു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ BJP-ക്കും യുവമോർച്ചയ്ക്കും അതുപോലെ തന്നെ ABVP-ക്കും കൃത്യമായി അവരവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകൾക്കനുസരിച്ച് ജനാധിപത്യ സംവിധാനത്തിനകത്ത് സമരം ചെയ്യുമ്പോൾ എതിർ സമരം ചെയ്യുക എന്നുള്ളതല്ല ജനാധിപത്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പകരം അത് കേൾക്കേണ്ട സർക്കാർ അത് കൃത്യമായി കേട്ടിട്ടുണ്ട്. അതിനകത്ത് കടന്നു കയറിയിട്ടുള്ള രാജ്യദ്രോഹികളുടെ കരണത്ത് കൃത്യമായിട്ടുള്ള രാജ്യസ്നേഹികളുടെ പ്രഹരമേറ്റിട്ടുണ്ട്. ആ പ്രഹരത്തിൽ നിന്ന് അവർക്ക് മുക്തനാവാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇന്ന് സുപ്രീം കോടതി ജഡ്ജികളെ തിരിച്ചു പറയുന്ന നിലയിലേക്ക് ഇവർ താഴ്ന്നു പോയത്. അപ്പോൾ അവരുടെ ഉള്ളിൽ അവർ ആഗ്രഹിച്ച നറേറ്റീവിലേക്ക് ഇത് പോയില്ല എന്നുള്ളത് അവരെ വലിയ രീതിയിൽ വിഷാദത്തിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഇനിയും കൺസിഡർ ചെയ്യുന്നത് രാജ്യത്തിൻ്റെ ഭാവിയായിട്ടുള്ള വിദ്യാർത്ഥികളെയും യുവാക്കളെയുമാണ്. അവരെ നോവിക്കുന്ന ഒരു കാര്യത്തിനും അല്ലെങ്കിൽ അവരുടെ ഭാവിയെ തകർക്കുന്ന ഒരു കാര്യത്തിനും BJP-യുടെ സർക്കാരോ കൂട്ടുനിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഞങ്ങൾ അടിയുറച്ചു തന്നെ നിൽക്കും. തീർച്ചയായിട്ടും. വളരെ വ്യക്തമാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും വളരെ നന്ദി ശ്രീ S. നന്ദു. ഒരുപാട് നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചു. കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ വിഷയങ്ങളിൽ കൂടുതൽ ചർച്ചകളുമായി താങ്കളെപ്പോലുള്ളവർ തത്വമയി ന്യൂസിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കളുടെ സാന്നിധ്യം എന്തായാലും ഉണ്ടാകണം. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. കാരണം രാജ്യത്തെ ഒരു സംഘർഷഭരിതമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകാനാണ് പല ശക്തികളും ശ്രമിക്കുന്നത്. അപ്പോൾ എതിർ ശബ്ദങ്ങൾ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് തത്വമയി ന്യൂസ്. താങ്കളും അങ്ങനെ തന്നെയെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വളരെ നന്ദി ശ്രീ S. നന്ദു. നമസ്കാരം.